കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. മൂന്നാർ ദേവികുളം റോഡിൽ ഇന്നലെ എവിടെയാണോ മണ്ണിടിഞ്ഞത് അവിടെ തന്നെയാണ് ഇന്ന് വീണ്ടും ഇടിഞ്ഞത്. ഈ മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആകാശ ദൃശ്യങ്ങൾ കാണാം. ജെയിൻ എസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജെയിൻ, ഈ ആകാശ ദൃശ്യങ്ങൾ ഈ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തിയും ആഴവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാൻ സ്വാഭാവികമായും 2-3 ദിവസം എടുക്കും. നിലവിലെ സ്ഥിതി എന്താണ്? ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണോ? ഈ പ്രദേശത്തെ സ്ഥിതി എന്താണ്? ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തലുണ്ടാവും? കഴിഞ്ഞ ദിവസവുമായി താരതമ്യം ചെയ്യുമ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴ പൂർണ്ണമായും മാറിയെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഏത് സമയത്തും മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. 2-3 ദിവസമെങ്കിലും എടുക്കും അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ. കാരണം വലിയ അളവിൽ മണ്ണും അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകളും റോഡിലേക്ക് ഇടിഞ്ഞു വീണ് കിടക്കുകയാണ്. അത് നീക്കം ചെയ്യണമെങ്കിൽ അതൊരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. നിലവിൽ KDSP കമ്പനിയുടെ ഒരു ഇടവഴിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത് ഒരു അപകട സാധ്യതയുണ്ട് എന്ന് കമ്പനി അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഇതുവരെ ദേശീയപാത അധികൃതർ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഒന്നുകിൽ മൂന്നാർ ഗ്യാപ് റോഡിന് മുമ്പ് വെച്ച് തന്നെ വാഹനം തിരിച്ചുവിടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിത പാത കണ്ടെത്തി നൽകുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത്തരമൊരു നടപടിയിലേക്ക് ഇതുവരെ പൊതുമരാമത്ത് വകുപ്പോ ദേശീയപാത അതോറിറ്റിയോ ഇതുവരെ കടന്നിട്ടില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പ്രദേശത്ത് ശക്തമായ മഴ ഇനി പെയ്താൽ അവിടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്ത് യാത്ര തീർച്ചയായിട്ടും അപകടകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ പശ്ചാത്തലത്തിലാണ് രാത്രി യാത്ര ഇന്നലെ നിരോധിച്ചത്. എന്തായാലും മേഖലയിൽ വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെ 9 മണിയോടുകൂടിയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. ആ സമയത്താണ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി എടുക്കാൻ പോയ ഒരു വാഹനം, മിനി ലോറി അതുവഴി വരുന്നത്. ഈ വാഹനം ഉൾപ്പെടെയാണ് താഴേക്ക് പതിച്ചത്. ആ വാഹനത്തിലുണ്ടായിരുന്ന മൂന്നാർ സ്വദേശി ഗണേശൻ എന്നയാൾ മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗണേശനൊപ്പം ഉണ്ടായിരുന്ന മുരുകൻ എന്നയാൾ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ദേശീയപാത മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗം എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.